Krishna Leela, Krishna's eternal legacy, created in gold. Joy Alucas, world's favorite jeweler. ഇത്തവണ ആള് മാറിപ്പോകാതിരിക്കാൻ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കെവിൻ, അത് മനസ്സിലാക്കാനുള്ള മറ്റേ മാർക്ക് എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് അല്ലേ? അല്ല വ്യത്യാസം കാണും. ചെറുതായിട്ട് നല്ലൊരു ഇതാണ്. അതിവൻ തന്നെ ഞാനിവിടെ വന്നപ്പോ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിക്ക് 5 മക്കളാണുള്ളത്. അഞ്ചാമത്തെ മോനാണ് ഈ ഇരിക്കുന്നത്. ഇവൻ ഇടയ്ക്ക് വെളിവ് പോകൂടി ഇവനെ ചവിട്ടുമായിരുന്നു. എന്റെ പൊന്നോ, ശരിക്കും പാവേബിനായിരുന്നു അപ്പനെ കൊണ്ട് ഇരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അവസാനം എനിക്ക് ഭയങ്കര ആഗ്രഹം. സ്കൂട്ടർ താഴെ എല്ലാ കാര്യമുണ്ടോ എന്നെ വിളിച്ചോണ്ട്. അപ്പന് പിന്നെ ചെടി ഭയങ്കര റിപ്പയറിങ്ങിന്റെ ആളാ. ചെയ്യുന്ന പണി നേരെ തിരിച്ചേ ചെയ്യത്തുള്ളൂ. ഒരു ഏതോ ഒരു പാത്രം മറ്റേ എന്നാ വറുത്ത സംഭവങ്ങളൊക്കെ ഇവിടെ നിർത്തായത്. മൂന്ന് കാലുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ. അതിന്റെ ഒരു കാല് പോയി. പറഞ്ഞ് ഞാൻ ശരിയാക്കി തലയിലിച്ച ശരിയാക്കി എല്ലാം തലയിലിച്ച. ഇവിടുത്തെ സ്വിച്ച് 5-ലിടുമ്പോ 1-ന്റെ സ്പീഡും 1-ലിടുമ്പോ 5-ന്റെ. അമ്മയ്ക്കുണ്ട് പോകുമ്പോഴൊക്കെ മറന്നു. അതിനാണ് ഇവിടെ പിടിച്ചിരുന്നത്. കണ്ണാടി തലയെ വെച്ചിട്ട് തപ്പി നടന്നു. എന്റെ കണ്ണാടി അവിടെ റിമോട്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് റിമോട്ട്. പണ്ടൊന്നും രുചി എങ്ങനെയുണ്ട്, കുറവാണോ ഉപ്പ് കുറവാണോ ഒന്നും പറയാൻ അറിയത്തില്ല. വലുതായപ്പോ അത്യാവശ്യം കുറച്ചൊക്കെ പറയാൻ അറിയാം. അവൻ പറയാൻ പേടിയാ. ഉപ്പ് കുറവാണോ എങ്കിൽ തന്നെ നീ ഇതൊക്കെ എന്തിനാ പറയുന്നത്? ഇപ്പം മനസ്സിലായോ? വന്നിരിക്കല്ലെന്ന് ഞാൻ പറഞ്ഞ വലിയ കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ വളരെ പരിചിതരായ എവിന്റെയും കെവിന്റെയും വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പൊ ഇതാ രണ്ടാളും മുറ്റത്ത് തന്നെയുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം, സംസാരിച്ചു നോക്കാം. എവിൻ ആൻഡ് കെവിൻ, വെൽക്കം ടു ദ ഷോ. ഇത്തവണ ആള് മാറിപ്പോകാതിരിക്കാൻ ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ് വന്നേക്കുന്നത്. ഇത് കെവിൻ, അത് ഇത് എവിൻ, അത് കെവിൻ. ഇതിനുള്ള ഇത് മനസ്സിലാക്കാനുള്ള മറ്റേ മാർക്ക് എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ് അല്ലേ? അല്ല വ്യത്യാസം കാണും. ഉണ്ടോ? ചെറുതായിട്ട് നല്ലൊരു ഇതാണ്. അതിവൻ തന്നെ. അതെ, അതെനിക്കറിയാം. ഈ കഥകളൊക്കെ പറഞ്ഞു ഒരു മടുത്തെന്ന് എനിക്കറിയാം. നമുക്ക് ഈ വീടും ജസ്റ്റ് വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ടാലോ? വീട് നല്ല, പക്ഷെ ആൾക്കാര് ഇതിനുള്ള മറുപടി അകത്തുനിന്ന് കിട്ടുന്നതായിരിക്കും. അല്ല അത് പറയല്ലേ, തവിയൊക്കെ വലിച്ചെറിയും. ആ തവിയാണോ വരുന്നത്, ചട്ടകമാണോ വരുന്നത് നമുക്ക് വഴിയേ കാണാം. ഗൈസ് കം ഓൺ, ബാ. അപ്പൊ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും എവിന്റെയും വളരെ മിടുക്കന്മാരായ അച്ഛനെ അമ്മേനെ ഞങ്ങൾ 2 സൈഡിലും കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അങ്കിളിനെയൊക്കെ എന്ത് ബുദ്ധിമുട്ടണം എന്നെ ഒന്ന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ. എന്താ നാണമാണോ സത്യത്തില്? ആണല്ലേ? ഞാനിങ്ങോട്ട് കേറി വന്നപ്പോഴത്തേക്ക് ഇവരോട് പറഞ്ഞേ, നമുക്ക് വീട്ടിൽ നല്ല ഭംഗിയുള്ള വീടും വീട്ടിലെ ആൾക്കാരെയും കാണാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ഏത് മിടുക്കനാണോ എന്തോ. വീടൊക്കെ ഭംഗിയുള്ളതാ, വീട്ടിലുള്ള ആൾക്കാർ അത്ര ഭംഗി പോരുന്നു. എന്താ എന്റെ ഇതിന് പറയാനുള്ളത്? അവന്മാരങ്ങനെ പറയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പ്രായമായോണ്ട് എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് പോരാ. അതാണ് ഹിഡൻ ക്യാമറ എല്ലാം വെച്ചിട്ട് പോയാൽ പെണ്ണല്ലേ പറഞ്ഞു ചേച്ചിയായിരുന്നേ നല്ലായിരുന്നു നമ്മാര് തന്നെ പറഞ്ഞു. ഞങ്ങളല്ലേ പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിക്ക് 5 മക്കളാണുള്ളത്. അഞ്ചാമത്തെ മോനാണ് ഈ ഇരിക്കുന്നത്. ഏറ്റവും മൂത്ത മോനല്ലേ? അതെന്താ എന്റെ അങ്ങനെ?
അത് പിള്ളേരുമായിട്ടുള്ള ഗുസ്തി കാരണമാണ് അങ്ങനെ. ഞാൻ വന്നപ്പോ എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? അത് അവര് അപ്പനും മക്കളോടെ അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടി കൂടുന്നു പറയാ. അവനെന്തായിരുന്നു അത്? അടി കൂടുന്നു പറഞ്ഞാൽ ഞങ്ങൾ അപ്പനെടുത്ത് അങ്ങനെയല്ല ആ പറയുന്ന കേട്ടാ അതുമല്ലേ അത് അതെ. എങ്കിൽ എവിൻ പറയും എന്താ, കെവിൻ പറയും എന്തായിരുന്നു ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഒന്നീ കണ്ണാടി എടുത്തോണ്ട് ഓടി കാണും, എന്തേലും അങ്ങനെ ഒരു സംഭവമാണ്. ഇവൻ ഇടയ്ക്ക് വെളിവ് പോടി മറ്റേ ഇവനെ ചവിട്ടുമായിരുന്നു എന്റെ പൊന്നോ. ശരിക്കും എന്റെ ഇട കാലോ കയ്യോ ഒടിയുമല്ലേ, അതാണ് ഇവിടുത്തെ വിഷയം. അവസാനം അങ്കിൾ ഇറങ്ങി ഓടിയെന്നുള്ള ഞാൻ ഓടേണ്ടി വന്നു. ഇവന് ബോധോ പൊക്കണമല്ലോ ഉണ്ട്. ചവിട്ടിയില്ലപ്പാ. ചുമ്മാ അപ്പനെ കാണിക്കാൻ വേണ്ടി. അപ്പനൊക്കെ ഭയങ്കര എടാ അപ്പനെ നീ ഒരു ആലോചിക്കണം, നീ കൊച്ചു പയ്യനാ, ഞാനൊക്കെ ഉണ്ടല്ലോ ഒന്ന് മുതുപ്രായം ചെന്നവനാ. നീയൊക്കെ ചുമ്മാ നമ്മളെ തൊട്ട ഒടിഞ്ഞു വല്ലതും പോയെന്നെ. ഇതിനാണ് എന്നെ ഇങ്ങനെ തിരിയുന്നത്. പാവേ ബേബിനായിരുന്നു അപ്പനെ കൊണ്ട് ഇരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം. അവസാനം എനിക്ക് ഭയങ്കര ആഗ്രഹം. അതെ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു. ഷർട്ട് ഇട്ട് കൊടുക്കുന്നത്, സ്കൂട്ടർ താഴെ എല്ലാ കാര്യമുണ്ടോ എന്നെ വിളിച്ചോണ്ട് ഞാനത് വഴി പോകും. സഹിക്കാൻ പല അലമ്പെന്ന് പറഞ്ഞാൽ ലോക അലമ്പ്. ഇതിനകത്ത് വെളിയിൽ ഇറങ്ങിയാണ്ടല്ലോ വായിക്കകത്ത് പ്രതികാരം വിളിച്ചു ചേച്ചിന്റെ അല്ല, വെളിയിൽ ഇറങ്ങി ഇവനൊക്കെ മിണ്ടുന്ന കണ്ടിട്ടുണ്ടോ? എന്തൊരു മാന്യമായ കുട്ടികളാണ് നിങ്ങൾ മാത്രം ഇങ്ങനെയൊക്കെ. അത് മുഴുവൻ തീർക്കുന്ന ഇവരക്കകത്ത ആണോടാ? പറഞ്ഞില്ലേ അല്ലേ? അതെ, മറ്റേ ചേച്ചിയായിരുന്നു ഇതിലും ഭേദം, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ അല്ല. എന്തായാലും ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ എല്ലായിടത്തും കൊണ്ടുനടക്കുന്ന ഇവർ രണ്ടുപേരും അല്ലേ? അല്ലേ? കാര്യം ചേച്ചിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടില്ലേ? എല്ലാരും പല വഴിക്ക് പോയില്ലേ? അല്ല 18 വയസ്സാകാൻ നോക്കിയിരിക്കുക. ആര്? കെട്ടുകല്യാണം കഴിക്കാനോ? അല്ല ഒറ്റയ്ക്ക് പോകാൻ. അതെ, 18 ആയാൽ ഞങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല, 18 ആയാൽ ഞങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ. ഇതിൽ ആർക്കാണ് അതാ കൂടുതൽ താല്പര്യം? പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവനെ. ഭയങ്കര ബുദ്ധിയാ ഇവന്റെ വിചാര. ഇവന് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു 2000 രൂപ കൊടുത്തു. ഇവൻ പറഞ്ഞ് ബർത്ത്ഡേ ആ ചെലവാണ്, ഞങ്ങൾ തന്നെ പൊക്കോളാം, ആരും വരണ്ടെന്ന്. ഞാൻ പറഞ്ഞു ശരി നീ പോയിട്ട് വാ. ഇപ്പം പോയി പർച്ചേസ് ചെയ്തു. എന്നാൽ ഇവന്റെ മനസ്സിലുള്ള വിചാരം ഇവന് ആവശ്യമുള്ള തുണിയൊക്കെ എടുത്തു വെച്ച് ബില്ലെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെയൊക്കെ മേളിലാണ്. ഇവന്റെ വിചാരം എന്ന് വെച്ചാൽ 2000 രൂപയ്ക്ക് അത് മുഴുവൻ കിട്ടുമെന്നുള്ള. ഇങ്ങനല്ല കാര്യങ്ങളൊക്കെ. പിന്നെ നീ പറ, അത് തിരുത്തി നീ പറ, നിന്റെ വേർഷൻ പറ. നീ ചെയ്ത പരിപാടി അതാ. എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഒന്നും മിണ്ടു വരെ പുള്ളി. അതല്ലേ? പുള്ളി ഒന്നും മിണ്ടുകയല്ല, മിണ്ടായിരുന്നു, കൂട്ടു നിന്നോളൂ. സത്യത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചേ? അതങ്ങനെ ഇങ്ങനെയല്ല, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾ തന്നെ ചെയ്തോളാം പറഞ്ഞ് ഇറങ്ങിപ്പോയ പോക്കാണ്. രണ്ടുപേരുടെ പോയിട്ട്. രണ്ടുപേരല്ല, ഇവന്റെ നേതൃത്വത്തിൽ ഞാൻ പറയുന്നു. ഉടുപ്പെടുത്തു. അതിൽ പിന്നെ ചോദിച്ചപ്പോ നിങ്ങളല്ലേ കുറച്ചു നേരം അങ്ങനെ കടയിലുള്ളവര് പറഞ്ഞു. ഓ, അങ്ങനെ ഉണ്ടായോ? അങ്ങനെ അവര് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്താ ഇതിനുള്ളിൽ ഒതുങ്ങുമായിരിക്കും, ഈ പൈസക്കുള്ളിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചപ്പോ പൈസ കിട്ടിയപ്പോ ഇത്ര ഉണ്ട്. അമ്മയെ വിളിച്ചു. അതുകൊണ്ടല്ലേ ഞങ്ങള് രണ്ടുപേരും ലേശ ഇൻട്രോവേർട്ടാണ്. അങ്ങനല്ല. പിന്നെ 2 പേർക്കുള്ള തുണിയില്ലേ, അത് സത്യം. എടുക്കട്ടെ ചോദിച്ചപ്പോ വേണ്ടാന്ന് എങ്ങനെ പറയാ, എടുത്തോന്നങ്ങ് പറഞ്ഞു. ഇതിപ്പോ ബില്ലിട്ടാ ചെയ്തോ. എത്രയായിരുന്നു 2000-ന് പോയിട്ട് നമുക്ക് എത്രയിൽ എത്തിച്ചു? നമ്മള് 5700-800 രൂപ എങ്ങാണ്ടായി. എന്തായാലും ഇപ്പൊ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഇവരുടെ അച്ഛനല്ലേ ഇവരുടെ അമ്മയല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ തിരിച്ചറിയാറുണ്ടോ? ഇവരെക്കാളും കൂടുതൽ അളിയനെയാണ്, മൂത്ത ചേച്ചിയുടെ അളിയനെ. അത്ര പണി അളിയനിട്ട് ചെയ്തത് അതിനെ എവിടെ ചെന്നാലും അറിയും. ആണല്ലേ? അളിയനിട്ട് ചെയ്ത് അതിലും കഷ്ടം. അത് ഞങ്ങളൊരു സ്കിറ്റ് ഫാമിലിയെ വെച്ച് പറയുന്നുണ്ട്. അതിൽ അളിയനെയാണ് ഇച്ചിരി കൊണ്ടത്. അളിയനെ വേട്ടാവളിയെന്നായി വിളിച്ചത്. നമുക്ക് നാണമില്ലടാ, സ്വന്തം പെങ്ങളെ ഇതുപോലെ ഒരു വേട്ടാവളിയെ കെട്ടിച്ചു കൊടുക്കാൻ അതിനകത്ത് പറയുന്നുണ്ട്. അത് കയറി കൊണ്ടു. നാട്ടിലുള്ള എല്ലാരും അളിയന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അളിയൻ ഇങ്ങനെ വട്ടപ്പേര് പോലെ ഇടുന്ന എല്ലാവർക്കും ഒരു അവസരം കിട്ടി. അത് ശരിയാ. അല്ല, അതിനുശേഷം അളിയൻ നിങ്ങളോട് വന്ന് എന്താടാ പറഞ്ഞേ? വളരെ നന്ദിയുണ്ട് മക്കളെ. അളിയ ഞങ്ങളുടെ അടുത്തൊന്നും പറയില്ല. അളിയന്റെ പപ്പ വന്ന അപ്പന്റെ അടുത്ത് എന്താ പറയാ? എന്റെ ദൈവമേ, ആ ലെവലിലേക്ക് എത്തിയോ?
അത് ആരായിരുന്നു ആ വേട്ടാവളി പേര് അത് കണ്ടുപിടിച്ചത്? പെട്ടെന്ന് അവിടെ പിന്നെ ഞങ്ങളെ ഇത് ചെയ്യാൻ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്, ഞങ്ങളെ പോലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള. അവരൊക്കെ കേറാൻ നേരത്ത് കുറച്ച് ഇതൊക്കെ പറഞ്ഞു തന്നു. വേട്ടാവളിന്നല്ല, ഇതുപോലത്തെ ഒരാളെന്നാണ് പറഞ്ഞത്, ഇത് ചേർത്തടാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയ അവസരം ഇത് കേട്ട അളിയെ ഞെട്ടിയായിരിക്കും അല്ലേ അവിടെ ഇരുന്ന്? അളിയനോട് ഇരുന്ന് ചിരിക്കുക, കരയാൻ പറ്റില്ല. ടി വി കാണുന്നില്ല. അളിയൻ പറയുന്ന പെങ്ങളെ കെട്ടിപ്പോയെന്നാണ്. അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തോന്നല്ലേ? നിങ്ങളുടെ അടുത്തൊന്നും പുള്ളി കയറി ഇരിക്കുന്നതല്ല, അബദ്ധത്തിൽ വന്നു. അന്നത്തെ ദിവസം കൃത്യമായിട്ട് കയറി ഇരിക്കുകയും ചെയ്തല്ലേ? ഓ എന്റെ പൊന്നേ. ആരോ ഒരാൾ കമന്റിട്ട് ഭൂമി വളർന്ന് രണ്ടായി, ഞാൻ അതിന്റെ അകത്തൂടെ പോയാ മതി. ഇനി അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടുപേരിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കൊടുത്ത് സന്തോഷിപ്പിക്കുക? ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇതുവരെ എനിക്ക് അങ്ങനെ ചിന്തയില്ലായിരുന്നു, ഇന്നോട്ടുണ്ട്. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അതിന്റെ ആന്റിയുടെ സത്യത്തില് വളരെ ലേറ്റ് ആയിട്ടുണ്ടായ 2 പിള്ളേരാണല്ലോ ഇത്. പക്ഷെ അവര് വഴി നിങ്ങളൊക്കെ ഭയങ്കര സ്റ്റാർസായി. ആ സമയത്ത് 40 വയസ്സ് കഴിയുമ്പോ ഒക്കെ കുട്ടി എന്നൊക്കെ പറയുന്നു, അത് പ്രത്യേകിച്ച് ട്വിൻസ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്കൊക്കെ ഒരു അയ്യോ ഇതൊക്കെ വേണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ആന്റി ആ കാലത്ത് ഒത്തിരി നേരിട്ടിരുന്നോ? ഒത്തിരി വീട്ടില് അത്ര പുറത്തൊന്നും അങ്ങനെ ഞാൻ ഇറങ്ങത്തില്ലായിരുന്നല്ലോ. വണ്ടിക്ക് പോവും വരും എന്നുള്ളതേ ഉള്ളൂ, അല്ല പുറത്തൊന്നും ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല, വീട്ടിലെന്തായിരുന്നു ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ? പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനല്ലേ, അപ്പൊ നീന ഇങ്ങനെ ആയോ എന്നുള്ള ഒരു ചോദ്യം വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ആന്റിയുടെ മനസ്സിൽ എപ്പോഴെങ്കിലും പോയായിരുന്നോ ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്? അറിയത്തില്ല, ഇടയ്ക്ക് അന്നേരം സന്തോഷമായിരുന്നു. സന്തോഷമായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം ജിച്ചാൻ ഷൂട്ടിലായിരുന്നല്ലോ, ജിച്ചാ ഒരു സിനിമ എടുക്കുന്ന സമയമായിരുന്നു. അന്നേരം ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ജിച്ചാച്ചാ എനിക്കിങ്ങനെ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഒരു ഡോക്ടറെ അടുക്ക കൊണ്ട് കാണിച്ച എന്നാന്ന് വെച്ചാ ഡോക്ടർ പറയുന്ന പോലെ എന്നാന്ന് വെച്ചാ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ചെന്ന് ആദ്യം ഒരു ഡോക്ടറെ അടുക്ക ചെന്നപ്പം ഡോക്ടർ ഇച്ചിരി വഴക്ക് പറഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞല്ലോ എന്നൊക്കെയുള്ള. 2 പിള്ളേർ ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ സിമ്പിൾ ആയേനെ. പിന്നെ ഞങ്ങള് വേറെ ഡോക്ടറെ അടുക്ക ചെന്നു. അപ്പം പിന്നെ എന്നോട് ദൈവം വന്ന് സംസാരിച്ച പോലെയാണ് ആ ഡോക്ടർ എന്നോട്. അന്നേരം ആന്റി എപ്പോഴാ അറിഞ്ഞത് ട്വിൻസ് ആണെന്നുള്ളത്? രണ്ടാമത്തെ ഡോക്ടർ അടുക്ക വയറ് വലുതായപ്പോ മനസ്സിലായല്ലേ? ഇന്നത്തെ ഒരു 3 ആയാലോ? ആ ഡോക്ടറെ അടുക്ക ചെന്നപ്പോ സ്കാൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അന്നേരം പിന്നെ സ്കാൻ ചെയ്ത് ഇറങ്ങിയപ്പം അറിഞ്ഞു ട്വിൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ കാര്യയുടെ മനസ്സിൽ കൂടെ എന്താ ഒത്തിരി സന്തോഷമായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല, ആദ്യം ഒരു ഡോക്ടറെ അടുക്ക ചെന്നപ്പോൾ ഒരു ചെറിയൊരു ഷോട്ട് പോലെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഡോക്ടറെ അടുക്ക ചെന്നപ്പം ഇതുപോലെ നല്ല കാര്യമായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ സന്തോഷിച്ചിറങ്ങി വന്നേ. അത് കഴിഞ്ഞ് ഇതുപോലെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് അവിടെ വെച്ചു എനിക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഓർക്കും, ഞാൻ മേശയിൽ കൂടെ ചാടിയാണോ ഇറങ്ങിയെന്ന് എനിക്കറിയത്തില്ല, അതുപോലെ സന്തോഷിച്ചാണ് ഞാൻ ഇറങ്ങി. അപ്പം ഞാൻ ജിജാനോട് പറഞ്ഞു ട്വിൻസാ എന്ന് പറഞ്ഞപ്പോൾ ജിജാന്തരം ഇവിടെ കോട്ടയത്ത് തന്നെയായിരുന്നു ഷൂട്ട്. ഞാൻ പറഞ്ഞു, എന്നോട് പേടിയായി പോയി. എന്നോട് ചോദിച്ചു ഒട്ടിയാണോ കിടക്കുന്നേ, അങ്ങനാണോ ഇങ്ങനെയാണോ, അങ്ങനെ എല്ലാവരും ആ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. സയാം ബിസിരട്ടെ ഞാൻ പറഞ്ഞു ഇല്ല ജിജാസ് എൻ്റെ കയ്യിൽ അതിന്റെ പടമുണ്ട്. ഇല്ല അങ്ങനെയല്ല, രണ്ടുപേരും രണ്ടായിട്ടാ കിടക്കുന്നതായിരുന്നു. ഈ അമ്മ സ്ഥിരമായി തരുന്നൊരു ഉപദേശം എന്താ? എന്തായാലും സാധനം വാങ്ങിച്ച 10 മുട്ട വാങ്ങിച്ചൂടാ, അതിന് പകരം കഴിക്കാലോ. ഇത് എന്റെ വീട്ടിലുണ്ടടാ, എന്റെ വീട്ടില് മുട്ടയല്ല വാഴപ്പഴം. എപ്പോഴുള്ള നമ്മൾ എന്തായാലും ഇപ്പൊ ഉടുപ്പ് വാങ്ങിച്ചു വെറുതെ പറയാം, ആ പൈസ ഉണ്ടായിരുന്ന 1 കിലോ ചിക്കൻ വാങ്ങിക്കാറ്. ചിക്കൻ വാങ്ങിക്കുമ്പോ 4 മുട്ട വാങ്ങിക്കാറ്. ഒരു സ്ഥിരതയില്ല. ഞങ്ങളുടെ വീട്ടിലെ സ്ഥിര 1 കിലോ വാഴപ്പഴം വാങ്ങായിരുന്നു. ഇത് ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേത് വാങ്ങായിരുന്നു. എല്ലാ വീട്ടിലുള്ള തോന്നുന്നു. അതെ അതെ, വിഷമിക്കണ്ടടാ, എല്ലാ വീട്ടിലും. അതല്ല, നിങ്ങൾ ചിലപ്പോ ഈ ഹോട്ടലിൽ പോയി കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ പറയാറുണ്ടോ ഇതിൽ എത്രയോ നല്ല സാധനം ഞാൻ വീട്ടിലുണ്ടാക്കി തരുന്നതെന്ന്? അങ്ങനല്ല, വീട്ടിൽ ചെല്ലുമ്പോ അമ്മ പറയും എങ്ങനെയുണ്ട് എന്റെ ഫുഡ്, എങ്ങനെയുണ്ട്. നമ്മൾ നല്ലതാന്ന് പറയണേ, നല്ലതാണ്. ഇന്ന് ഭക്ഷണം വേണ്ടടാ. ശരിയാണ്. പണ്ടൊന്നും രുചി എങ്ങനെയുണ്ട്, കുറവാണോ, ഉപ്പ് കുറവാണോ ഒന്നും പറയാൻ അറിയത്തില്ല. ഇപ്പൊ വലുതായപ്പോ അത്യാവശ്യം കുറച്ചൊക്കെ പറയാൻ അറിയാം, അതും പറയാൻ പേടിയാ. ഇതിനും ഉപ്പ് കുറവാണോ, എങ്കിൽ തന്നെ ഇടാ, അതിനും മുഴക്കാം. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആടാ. ഞാൻ ഇന്ന് രാവിലെ മുട്ടക്കറിയായിരുന്നേ, എപ്പോഴും വെക്കുന്നതല്ല, വേറെ രീതിയിലാ വെച്ചത്. ഞാൻ കുരുമുളകല്ല, കടുക് കുറെ കടുക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അന്തമ്മ ഇങ്ങനെ ഇട്ടാണോ, സമാധാനത്തോടെ ചോദിച്ചത്. വേണ്ട കൊണ്ട് കളയടാ, നിനക്ക് വേണ്ട, നീ എന്തിനാ കഴിക്കുന്നത്, കൊണ്ട് കളയടാ. ചിരിക്കുന്നു, ചിരി ഡൗൺലോഡ് ചെയ്തത്.
വന്നപ്പോ തൊട്ട് ചിരി നോർമൽ. നീ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ഇപ്പം മനസ്സിലായി വന്നിരിക്കല്ലെന്ന് ഞാൻ പറഞ്ഞു. വല്ല കാര്യമുണ്ട്, നമ്മളെന്ത് ഫ്രീ ആയിട്ട് നടന്നായില്ലോ. ഇപ്പൊ ഒന്നേ എനിക്കിട്ട് ആളുകൾ താങ്ങി തിരിച്ച് അല്ല അപ്പനിട്ട് വന്നില്ല. അല്ല ഞാൻ ചോദിച്ചു ഊരി പൊക്കോട്ടെ ഇതിനകത്ത് നിന്നൊന്ന് ചോദിച്ചു, എന്നെ ഒന്ന് വിട്ടേര്. ഇതുപോലെ അപ്പയായിട്ട് നിങ്ങൾക്ക് നൽകാറുള്ള ഉപദേശം എന്താ? അപ്പനോ? അപ്പൻ ഇച്ചിരി വൃത്തിയുടെ ആളാ. അല്ലേ? വൃത്തിയുടെ ആളാണോ? അത് ഞങ്ങൾ മാക്സിമം യൂസ് ചെയ്യാറുണ്ട്. അപ്പന്റെ ഉടുപ്പ്, ഞങ്ങളുടെ ഉടുപ്പായാലും ഈ ബനിയൻ തന്നെ മടക്കി വെക്കുമ്പോ അകത്തൊരു എന്താ ന്യൂസ് പേപ്പർ വെച്ച് മടക്കിയേ ഇടത്തുള്ളൂ. ഭയങ്കര വൃത്തിയാണ്. അതെ, നിങ്ങള് യാത്ര പോകുമ്പോൾ ചെയ്യുന്ന, അല്ലാതെ ഇവിടെ പെരക്കാത്തൊന്നും. വേറെ കുറെ ഇത് തന്നെ വൃത്തിയായിരിക്കുന്നതാണ്. സത്യം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു ഞങ്ങള് വരുന്നത് പ്രമാണിച്ചല്ല, ഇത് ഭയങ്കര വൃത്തിയായിട്ടുള്ള വീടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ ആന്റിയുടെ വകയാണോ അങ്കിളുടെ വകയാണോ? ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അപ്പച്ചൻ അതുപോലെ ചെയ്യുമായിരുന്നു. അപ്പച്ചൻ വൃത്തിയാക്കി ഇടുമായിരുന്നു. ഞാനും കിട്ടിയിട്ടുണ്ട്. ആണ് ഈ നിങ്ങൾ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? രണ്ടുപേർക്കും ഉണ്ട്. കൊളാക്കാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ടോ? എന്റെ അടുത്ത് ഇവിടെ ആ ചേട്ടൻ വിളിച്ചു പറഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ വരുമായിരിക്കും. ഞങ്ങളെല്ലാം താഴെയായിരുന്നു കിടന്നത്, പാവരിച്ച് ഇവിടെ കിടക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഉടുപ്പ് വാങ്ങി തിരിച്ചു വന്നപ്പോ എല്ലാം അടുക്കി പറക്കി ഇട്ടേക്കുന്നു. ഒരാള് ചൂലുമായിട്ട് ഓടി നിലത്തില്ല ഓടി. അപ്പൊ എനിക്ക് സമാധാനത്തിനാടാ വൃത്തിയായിട്ടിരിക്കുക. ഒടിയിരുന്നാലും ഒരു ചൂലുമായിട്ട് ഒരാവശ്യമില്ല. ഇങ്ങനല്ലേ ചൂലിട്ട് നോക്കുന്നത്, ഓടിപ്പോവാ ചൂല് ഇങ്ങനെ വെച്ചോണ്ട്. ആന്റി എനിക്ക് എന്തിന്റെ കേടായിരുന്നു? അപ്പൻ ഞാനല്ല അപ്പനാ വീട്. പിന്നെ ഞാൻ വിചാരിച്ചത് ആന്റിയാണ്. ഇല്ല അമ്മ അടുക്കളയില്. അപ്പന് പിന്നെ ചെടി ഭയങ്കര റിപ്പയറിങ്ങിന്റെ ആളാ. വെളിനാരെയും വിളിക്കൂല, എന്തുണ്ടെങ്കിലും സ്വന്തമായിട്ട് ചെയ്യത്തുള്ളൂ റിപ്പയറിങ്. പണി എനിക്കിട്ട് ഇവനെ വളർത്തിക്കൊണ്ടിരുക. ചെയ്യുന്ന പണി നേരെ തിരിച്ചേ ചെയ്യത്തുള്ളൂ. ഒരു ഏതോ ഒരു പാത്രം മറ്റേ എന്നാ വറുത്ത സംഭവങ്ങളൊക്കെ ഇവിടെ നിർത്തായത്. 3 കാലുള്ള ഒരു പാത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ ബൗള് പോലത്തെ. മറ്റേ കഞ്ഞിയൊക്കെ ചോറ് ചെയ്യുമ്പോ വെള്ളം അതിന്റെ ഒരു കാല് പോയി. ഇപ്പം പറഞ്ഞ് ഞാൻ ശരിയാക്കി തലയിലിച്ച ശരിയാക്കി. എല്ലാം തലയിലിച്ച. ഇവിടുത്തെ സ്വിച്ച് സ്വിച്ച് 5-ൽ ഒന്നിന്റെ സ്പീഡും 1-ൽ 5 മറ്റേ റെഗുലർ ഇതിന്റെ ഫാന്റെ അമ്മയ്ക്കുണ്ട് പാമ്പൊക്കെ മറന്നു പോകും. അതിനാണ് ഇവിടെ പിടിച്ചിരുന്നത്. പിന്നെ പൊട്ടിയ ചട്ടിയൊക്കെ ഒട്ടിച്ചിട്ടേ അത് പൊട്ടുന്ന അറിയാതിരിക്കാൻ പെയിന്റ് അടിച്ചു വെക്കും. അത് പിന്നെ നോർമലാ. അമ്മയ്ക്കുണ്ട് സംഭവങ്ങൾ. കണ്ണാടി തലയെ വെച്ചിട്ട് തപ്പി നടക്കും. എന്റെ കണ്ണാടി എവിടെ ഉള്ളതല്ലേ അവിടെ റിമോട്ട് അറിയാവുന്ന ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് റിമോട്ട്. എന്റെ അമ്മ വെച്ചിട്ടുണ്ട്, മറന്നേക്കാണ്. റിമോട്ട് അറിയാവണ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് മറ്റേ എന്താണ് ഇപ്പൊ നീയൊക്കെ കളിയാക്കുന്നില്ലേ, ഇതേ പ്രായം നീയൊക്കെ എത്തുമ്പം. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണമല്ലോ ഈ പ്രായം. അത് ശരിയാ, കറക്റ്റ് ആടാ, അത് ശരിയാട്ടോ. ആ ഭാഗം നീ ഒന്ന് കളിയാക്കേണ്ട സമയത്ത് കളിയാക്കണം. അതാണ് എനിക്ക് തോന്നുന്നത്. ഇവര് വളരെ ലേറ്റ് ആയിട്ടുണ്ടായതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കൊഞ്ചിച്ച് വളർത്തിയ കുട്ടികളാണോ? അതാ ഈ കെയറിങ്. 18 വയസ്സ് കഴിയാതെ ഞാൻ ഉടത്തില്ല ഒറ്റയ്ക്ക്. അതാണ് ആണോ? എന്നെക്കാളും കൂടുതൽ കൊഞ്ചിക്കുന്ന ഇവനെ. അതെന്താ? കൊഞ്ചിക്കുമ്പോ ഇവൻ അതിനകത്ത് കൂട്ടത്തിൽ അങ്ങ് കൂടിക്കോളും. ചില പൂച്ചക്കുഞ്ഞൊക്കെ കൂടത്തില്ല. ചേച്ചിമാർക്ക് ഇവനെ മതി. അതെ, ഭയങ്കര ഇതായിരുന്നു. നിനക്ക് അതിന് വേദന ഉണ്ടോ? എനിക്ക് അങ്ങനൊന്നും ഇല്ല. ഇല്ലല്ലേ? കണ്ണീര് കടച്ചിട്ട് ഇല്ല, എനിക്ക് അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു. എന്നെക്കാൾ ഒരല്പത്തിന് ചെറുതായിരുന്നു, ഭയങ്കര ചെറുതായിരുന്നു ഇവൻ. അപ്പൊ എല്ലാരും കാണുമ്പോ അയ്യോ പാവം സഹതാവും. പക്ഷെ സാധാരണ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് കാണുമ്പോഴത്തേക്ക് ഇതെന്താ ഇവനെ മാത്രം ഇങ്ങനെയായിട്ട് കൊഞ്ചിക്കുന്ന എന്നുള്ളൊരു തോന്നൽ വരില്ലേ? എനിക്ക് ഫുഡ് കിട്ടിയാ മതിയായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് ഇച്ചിരി കൂടെ അധികം വേണമായിരുന്നു പണ്ട്. ഞാൻ തിന്നത്തില്ല, പക്ഷെ ഒത്തിരി ഫുഡ് കഴിക്കും. അതല്ലേ, നിന്റെയും കൂടെ അവൻ കഴിക്കായിരിക്കും അല്ലേ? അങ്ങനെയായിരുന്നു ആന്റി. ആന്റിക്ക് ഇവരെ വളർത്തിക്കൊണ്ട് വരാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ പറയല്ലേ, എന്തൊക്കെയായിരുന്നു എളുപ്പം എന്ന് പറയാം. ഇച്ചിരി ഇല്ല, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പിള്ളേരുണ്ടായിരുന്നല്ലോ, രണ്ടുപേരും ഉണ്ടല്ലോ. വലിയ ബുദ്ധിമുട്ട്. പക്ഷെ എന്നാലും 2 പെൺകുട്ടികളെ വളർത്തിയിട്ട് പെട്ടെന്ന് വരികയാണ് ഒരേ സമയത്ത് 2 ആൺപിള്ളേര്. അതെന്തായിരുന്നു ആ ഒരു യുദ്ധമുറ എന്തായിരുന്നു? അല്ല, അവളുമാരുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളായിട്ട് തോന്നിയിട്ടില്ല. ഇല്ല. അതാണ് നിങ്ങൾ ഭാഗ്യടാ. അതെ, ഭയങ്കര ഭാഗ്യമുള്ളത് തന്നെയാണ്. അതല്ലേ, ഒരു 3 അമ്മമാരുടെ സ്നേഹമാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഒരേ സമയം. അവളുമാർക്ക് ഭയങ്കര സ്നേഹം. ഇളയവള്
പറയുന്നത് UK-ലുള്ള ആള്. കുഞ്ഞുങ്ങളെന്നാ പറയുന്നത്. അമ്മ കുഞ്ഞുങ്ങൾ എന്തിയേ, കുഞ്ഞുങ്ങളെന്നാ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെയാ. എന്റെ ആങ്ങളമാർക്ക് ഒരു വയസ്സുകൂടെ കിട്ടിയതിന് അല്ല പറയുന്നത്, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സുകൂടെ ദൈവമേ കൊടുത്തതിന് നന്ദി, അങ്ങനെയാണ്. ഇപ്പോഴും കുഞ്ഞുങ്ങൾ ഇന്നായിരുന്നു ഇത് വലിയ വാർത്തയായതിനെ. കാരണം 17 വയസ്സ് വ്യത്യാസം എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ പത്രങ്ങളിലും യൂട്യൂബിലൊക്കെ ആഘോഷിച്ചേനെ. അതിന്റെ അത് വളരെ രഹസ്യമായി സൂക്ഷിച്ചല്ലേ. അതിനുശേഷം ഇവര് വളർന്ന് വലുതാകേണ്ടി വന്നു ഇതൊക്കെ നാട് അറിയാൻ വേണ്ടി. 17 വയസ്സായപ്പോഴാണ് ഈ സത്യമൊക്കെ ലോകം അറിയുന്നത്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ആലോചിച്ചിരുന്നോ, നിങ്ങൾ ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിലേക്ക് പോകും, നിങ്ങൾ ഇങ്ങനെ ഫേമസ് ആകും, സെലിബ്രിറ്റി ആകും, അങ്ങനെ ഇതൊക്കെ അബദ്ധത്തിൽ സംഭവിച്ചേ. അബദ്ധത്തിൽ എന്നല്ല, എല്ലാം അറിയാതെ ഞങ്ങളിത് ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ല ഈ ഫീൽഡിൽ വന്നത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരു ചേച്ചിമാരാണ് ഞങ്ങളെ ഇതിൽ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, പിള്ളേർ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് പറയുന്നത് അങ്ങനെ കൊണ്ടുപോയതാ. ഞങ്ങളല്ലേ ഇങ്ങനെ മുരടിച്ചിരുന്ന് പോയാൽ വലിയ കഴിവൊന്നുമില്ല. അവിടെ പോയി അവരെല്ലാം എളിമയാടാ, വലിയ കഴിവൊന്നും ഇല്ലേ ഞങ്ങൾക്ക്, എങ്ങനെയാണോ എന്തോ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ പറ്റുന്നത്. ഞങ്ങൾക്കെന്ന് പറഞ്ഞു നീന്ന് പറഞ്ഞു എല്ലാം ഞങ്ങളെന്ന്. അങ്ങനെ ചേച്ചിമാരോട് കൊണ്ടാക്കുന്നു. പിന്നെ നിങ്ങൾ അവിടുന്ന് പിടിച്ചു നിൽക്കാന്ന് പറയുന്നത് ഭയങ്കര പണിയല്ലേ. ഈ ആ സ്ഥലത്ത് നിങ്ങൾ എന്തൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റോട് കൂടി മത്സരിച്ചാലല്ലേ ഇത്ര സ്ക്രിപ്റ്റ് പഠിക്കുന്നു, കറക്റ്റ് ഡയലോഗ് അടിക്കുന്നു, അത് കറക്റ്റ് വീട്ടുകാർക്കിട്ടുള്ളത് തന്നെ കൊടുക്കാനുള്ളത് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നു. അത് ഇച്ചിരി കഷ്ടപ്പാടായിരുന്നു. അത് ബാക്കിയുള്ള സ്കിറ്റ് കിട്ടുന്ന പോലെയല്ല, ഇത് ഇച്ചിരി ലേറ്റ് ആയി. നമുക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സ്കിറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പായിട്ട് കുറെ സ്കിറ്റ് ഉണ്ട്. അതിന്റെ ഇടയിലായിരുന്നു ഞങ്ങക്ക് ഇത് തലേന്ന് ഷൂട്ട് ഞങ്ങക്ക് രാവിലെയാണ്. തലേന്ന് ഒരു സാധാരണ അങ്ങനല്ല, അതിന് മുമ്പേ സെറ്റ് ആവും. ഇത് തലേന്ന് ഒരു 2 മിനിറ്റ് സെറ്റ് ആക്കിയിട്ട് ഉച്ചക്ക് സാറിനെ കൊണ്ട് കളിച്ചു കാണിക്കും. പുള്ളി അത് കളിച്ചു കണ്ടിട്ട് പറഞ്ഞ് കുറച്ച് ഭാഗങ്ങളെല്ലാം അരിഞ്ഞ് കളഞ്ഞ്. അത് മെയിൻ പോർഷൻ ആയിരുന്നു. വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങിയിട്ട് രാത്രി 7 മണിക്ക്. ഞാൻ ഇതുവരെ എനിക്ക് സ്കിറ്റ് ആവാത്തോണ്ട് അങ്ങനെ പേടി കാണും. അന്ന് ഞാൻ ശരിക്കും വിഷമായി പോയി. ഫാമിലി എല്ലാം വരേണ്ട ഇതായിരുന്നു. അത് അതിന്റെ ഇടയ്ക്ക് മൂത്ത ചേച്ചി എടാ നാണം കെടുത്തല്ലടാന്ന് പറഞ്ഞു. എനിക്കത് കേട്ടത് എല്ലാരും പോയി, സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാരും പോയി. രാത്രിയായിട്ടാ ഞങ്ങൾ പോയത്. പിന്നെ വേറൊരു കാര്യം, കെവിനും ആയിട്ടാ കളിക്കുന്നത്. അതുകൊണ്ട് ഒരാശ്വാസം ഉണ്ട്. നിങ്ങൾ തമ്മിലാണോ എല്ലാ സ്വകാര്യങ്ങളും രഹസ്യങ്ങളും ഒക്കെ പരസ്പരം പറയാറുള്ളത്? നിങ്ങൾ തമ്മിലാണോ അതോ വേറെ വല്ലവരോടാണോ? എവിന്റെ എല്ലാ രഹസ്യങ്ങളും കെവിന്റെ എല്ലാ രഹസ്യങ്ങളും എവിനും അറിയാം? രഹസ്യങ്ങളൊന്നും ഇല്ല. വാവ്. ഞാൻ എങ്ങനെ പെരുമാറുന്ന കാര്യങ്ങളല്ലേ ഇവൻ അറിയാം. അതൊക്കെ അറിയാം, എനിക്കും അറിയാം. ഇവൻ എന്ത് വന്നാ കരയും, അങ്ങനത്തെ ഒക്കെ എപ്പോഴാന്ന് എനിക്കറിയാം. നിനക്ക് തിരിച്ചറിയോ കെവിനെ? അതറിയാം. അമ്മയെക്കാളും അപ്പനെക്കാളും ചേച്ചിമാരെക്കാളും കൂടുതൽ എനിക്കറിയാം. എനിക്ക് കിടക്കുമ്പോ തൊട്ട് കാണാൻ തുടങ്ങി. അമ്മ എപ്പോഴും പറയും എന്റെ കൊച്ചിനെ ഒന്നും ചെയ്യല്, നീ എന്തിനാ. ഞാൻ പറയും അമ്മയ്ക്ക് അവനെ അറിയാൻ വയ്യാത്തോണ്ടാ, അവൻ കള്ളനാ, എനിക്ക് അവനെ വയറ്റി കിടക്കുന്നുണ്ടെന്ന് അറിയാൻ. അത് ശരി. അല്ല, എന്നാലും ഇവരുടെ എന്തെങ്കിലുമൊക്കെ സ്വകാര്യങ്ങളൊക്കെ ആന്റിയോട് ഒന്നും പറയാറുണ്ടോ? ഒരു സാധ്യതയില്ല, എനിക്കറിയാം. എന്നാലും പറയത്തില്ല, ഒന്നും പറയില്ല. കൊച്ചിലെയൊക്കെ പറയുമായിരുന്നു, ഇപ്പൊ ഒന്നും പറയത്തില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ആണെങ്കിലും ഞാൻ എന്തോ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തീർന്നു കഴിഞ്ഞപ്പോ രണ്ടൂടെ പുറകുറുക്കും. ഞാൻ അവിടെ നിന്ന് ഇടയിൽ കൂടെ നോക്കി കണ്ട ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിമാരോട് പറയാറുണ്ടോ? ആ ഉണ്ട്. സ്വകാര്യങ്ങളല്ല അത്, അല്ലേ? ചേച്ചിമാരോട് വിളിച്ചു പറയും. അത് അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കിട്ടും. അതുകൊണ്ടാ ചേച്ചി. വഴക്കല്ല, അമ്മ അത് എങ്ങനെ ചിലപ്പോ ഒച്ച കൂട്ടും, ചിലപ്പോ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ പോട്ടെ എന്നായിരിക്കും. അറിയാലോ, അങ്ങനത്തെ കാര്യങ്ങൾ വേണ്ട എത്ര എണ്ണം ഇരിക്കുന്നു അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ടാ സ്വകാര്യമായിട്ട് പറയുന്നത്. നേരത്തെ വിളിച്ച് അവളുമാരോട് പറയും. അപ്പൊ അവളുമാര് പറയും പോട്ടെ, അവര് തന്നെ പോയി പഠിക്കട്ടെ. അങ്ങനെയായത് ഒരു പോക്ക് പോയത്. Krishna Leela, Joy Alucas, world's favorite jeweler.